എല്ലാവർക്കും വണക്കം. അപ്പോൾ ഞാനിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് പോണ്ടിച്ചേരിയിലാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങളെ ഇൻട്രോ കണ്ടിട്ടുണ്ടാവും. ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ ഇന്ന് രാവിലെ വെളുപ്പിന് 4 മണിയായപ്പോൾ പോണ്ടിച്ചേരിയിൽ എത്തി. രാവിലെ എത്തിയതുകൊണ്ട് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് അവിടെ കയറേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചൊന്ന് പോണ്ടിച്ചേരിയിൽ ടൗണൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ചെറിയ ചെറിയ ക്ലിപ്പൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ശാന്തമായി ഒരു സൺറൈസ് കാണാം. അങ്ങനെ ഞങ്ങൾ സൺറൈസ് കാണാൻ പോയി. പക്ഷെ ഞങ്ങൾ മഴ ചതിച്ചു. ഞങ്ങൾക്ക് അങ്ങനെ കാണാനൊന്നും പറ്റിയില്ല. ജസ്റ്റ് ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു. ഭയങ്കര കാമായിട്ട് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് നമ്മളെ 2 ദിവസത്തെ ട്രിപ്പാണ്. അതിൽ ഫസ്റ്റ് ഡേ ആണ് ഇന്ന്. നമ്മൾ എവിടെയൊക്കെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു, നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കാണിക്കാൻ പോവാണ്. ഇന്ന് നമ്മൾ രാവിലെ ഒരു 8:30 ആകുമ്പോഴാണ് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങാൻ പോവുക. റൂമിൽ നിന്ന് ഇറങ്ങി എവിടെയൊക്കെ പോകുന്നു, ഭക്ഷണങ്ങൾ എല്ലാം എക്സ്പ്ലോർ ചെയ്യണം. എന്ന് വെച്ചാൽ ഇതൊരു ദീപാവലീൻ്റെ ഒരു ഫുൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഫുൾ റഷാണ്. അതേപോലെ തന്നെ ഇവിടെ റോഡൊക്കെ കാണാം. ഫുള്ള് പടക്കമൊക്കെ പൊട്ടിച്ച് അവിടെ ഇവിടെ ചറപറാന്നാക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ ബാംഗ്ലൂർ മുതൽ തുടങ്ങിയ ജേണിയാണ്. ബാംഗ്ലൂർ മുതൽ ദീപാവലി സെലിബ്രേഷൻ ആയിരുന്നു. അതായത് എല്ലാ ഫ്ലാറ്റുകളിലും ലൈറ്റും കാര്യങ്ങളും. അതേപോലെ തന്നെ ഇവിടെയും ഒരു പോണ്ടിച്ചേരീൻ്റെ ഒരു മോർണിംഗ് വൈബ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞങ്ങൾക്കും ഇഷ്ടമായി. ഞങ്ങളത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് പോണ്ടിച്ചേരി. അതുകൊണ്ട് ഇനി എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ഒന്നിച്ച് കാണാം. അപ്പോൾ ഞങ്ങൾ രാവിലെ വന്നിറങ്ങിയിട്ട് ഒരു ഗ്ലാസ് ചായയാണ് കുടിച്ചത്. ചായ കുടിച്ചതിന് ശേഷം ഒന്നും കഴിച്ചിട്ടില്ല, വിശക്കുന്നുണ്ട്. ഞങ്ങളപ്പോൾ വിചാരിച്ചു ഞങ്ങളെ റൂം ഇവിടുന്ന് ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട്. അപ്പോൾ നടന്ന് അവിടെ എത്തി. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്. അങ്ങനെ നമ്മൾ നടന്നത് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ മുന്നിലെത്തി. അപ്പോൾ ഈ ഒരു ഏരിയ കണ്ടാൽ തന്നെ അറിയാം, കുറച്ച് ടെക്സ്റ്റൈൽസും ഒരുപാട് ഷോപ്സൊക്കെ ഉള്ളൊരു ഏരിയ ആണ്. എനിക്ക് തോന്നുന്ന കോഫി ഹൗസ് അത്യാവശ്യം ആൾക്കാരുണ്ട്. എക്സ്പെക്ട് ചെയ്തത് കറക്റ്റാണ്. ഇതാ നിറച്ച് ആൾക്കാരാണ്. നമുക്ക് പോയി നോക്കാം. നമ്മൾ ഈ ഇന്ത്യൻ കോഫി ഹൗസിലെ വിലവിവരപ്പട്ടിക ജസ്റ്റ് നോക്കിയായിരുന്നു. ചായക്ക് 30, കോൾഡ് കോഫി 45, മിൽക്കിന് 30 ഉള്ളൂ. അല്ല, പിന്നെ പൂരി മസാല 55. ഏകദേശം നമ്മുടെ നാട്ടിലൊക്കെ റേറ്റ് ഒക്കെ തന്നെ. അപ്പോൾ ഞങ്ങൾ രാവിലെ പോയി ഫ്രഷപ്പ് ഒക്കെ ചെയ്ത് റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് ഇപ്പം എത്തി നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഞ്ച് കോളനിയിലാണ്. അപ്പോൾ ഇവിടെ കുറേ ഫോട്ടോ സ്പേസ് ഒക്കെ ഉണ്ട്. അടിപൊളി ഫോട്ടോ ഫ്രെയിം ഒക്കെ ഉള്ള ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ട് സെറ്റ് ആക്കാം. പോവല്ലേ? ഞാൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെക്കുന്നുണ്ട് വെറുതെ ഒരു പവറിന് വേണ്ടിയിട്ട്. വരൂ. നമ്മളെ കൂടെ ഷിജോട്ടൻ, മഞ്ചേച്ചി, രജനി ചേച്ചി, മെനു ചെന്നൈയിൽ നിന്ന് പറഞ്ഞത് രാവിലെ 9 മണിക്കാണ് പൊട്ടൻ എത്തിയത്. നമുക്ക് എല്ലാവർക്കും കൂടി ഇനി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഞങ്ങൾ ഇറങ്ങിയത് കുറച്ച് ലേറ്റ് ആയി പോയി. എന്നുവെച്ചാൽ ഇവരൊക്കെ റെഡി ആവാൻ ഒരുപാട് ടൈം എടുത്തു. എനിക്ക് പിന്നെ വലിയ ടൈം ഒന്നും വേണ്ട. ഷിജോട്ടനാണ് ഏറ്റവും കൂടുതൽ ടൈം എടുത്തത്. നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ടൈം എടുത്തത് ഷിജോട്ടനാണ്. വണ്ടി ഇങ്ങോട്ട് മാറി നിൽക്ക്. ഞാൻ നമ്മളെ കൂട്ടത്തിൽ ഇതുവരെ വീഡിയോസിൽ ഒന്നും വരാത്ത ഒരാളാണ് നമ്മളെ രജനി ചേച്ചി, നമ്മളെ വിഭുവിന്റെ സ്വന്തം രജനി ചേച്ചി. അപ്പോൾ കുറേ ദിവസം നമ്മളെ കൂടെ ഇങ്ങനെ ഔട്ടിങ്ങിന് പോകാനൊന്നും വന്നിട്ടില്ല. ഭയങ്കര ബിസി ഷെഡ്യൂളാണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മളെ ചാനലിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താ രജനി ചേച്ചി നമ്മളെ ട്രിപ്പിനെ കുറിച്ചുള്ളൊരു അഭിപ്രായം? ട്രിപ്പ് തുടങ്ങിയിട്ടുള്ളൂ, ഇപ്പൊ തന്നെ അവസാനിക്കൂ. 4 മണിക്ക് വന്നതാ. ഇതൊരു തേങ്ങയും ചെയ്തിട്ടില്ല. ഞങ്ങള് തേങ്ങ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ചീറ്റിങ് കേട്ടു. ഇത് നല്ല വൈബിലായിട്ട് ഇതാ ഒരു റെസ്റ്റോറൻറ്റ്. ഇവിടെ ചൈനീസ്, ഫ്രഞ്ച്, ഇറ്റാലിയൻ, പിസ്സ, തന്തൂരി എല്ലാ ടൈപ്പ് ഓഫ് ഫുഡ്സും അവൈലബിൾ ആണ്. അതായത് നമുക്ക് ഇന്ന് വന്നിട്ട് ഈ സ്ഥലങ്ങളൊക്കെ ഫസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫുഡ്. ഇവിടുത്തെ ഫുഡ് ഒന്ന് ട്രൈ ചെയ്യണം. എന്ന് നമ്മൾ എവിടെ പോയാലും ഫസ്റ്റ് ടൈം നമ്മൾ ട്രൈ ചെയ്യുക ബിരിയാണി ആയിരിക്കും. ഇവിടെ നമ്മളെ നോർമൽ ഭക്ഷണം കഴിക്കരുത്. വെറൈറ്റി ആയിട്ട് എന്തുണ്ടോ അതാണ് നമ്മൾ കഴിക്കേണ്ടത്. പോണ്ടിച്ചേരിൻ്റെ വൈബ് എന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ ബിൽഡിങ്സിൻ്റെ കൺസ്ട്രക്ഷനും അതേപോലെ തന്നെ പെയിൻറ്റിങ്സും ആണ്. അത് ആൾക്കാരെ കുറച്ചും കൂടി അട്രാക്റ്റ് ചെയ്യിക്കും. നിങ്ങളിവിടെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വരാത്തവരുണ്ടെങ്കിൽ വരിക, ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യുക.
ഞങ്ങളുടെ ഇത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞങ്ങൾ ഇത് ഇവിടുന്ന് നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനായിരിക്കും. അപ്പോൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. മനുവിൻ്റെ ഫോട്ടോ എടുക്കൽ കണ്ടിട്ട് കുറേ ചേട്ടന്മാർ അവനെ തന്നെ വിടുമോ എന്നൊക്കെ ചോദിച്ചാൽ അവൻ്റെ സ്കില്ല് അത്രയും ആണ്. ഷിജോട്ടാ, എന്തിനാണ് അവരിങ്ങനത്തെ ഇത്രയും നല്ല വാതിൽ പുറത്ത് വെക്കുന്നത്? ഇത് മഴ പെയ്തൊക്കെ നാശാവൂലേ? ഒരുപാട് ഫോറിനേഴ്സ് വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ. അപ്പൊ നമ്മൾ ഫോറിനേഴ്സ് അല്ലല്ലോ, നമ്മള് വിസിറ്റേഴ്സിനെ എല്ലാം തന്നെ ഫോറിനേഴ്സിന് പറയാലോ. ഇവിടെ നമുക്കൊരു ചിട്ര എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറന്റ് ഉണ്ട്. ഇത് റൂഫ് ടോപ്പ് ബാർ ആൻഡ് റെസ്റ്റോറന്റ് ആണ്. ബാറുണ്ട്, ഫുഡുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ നമ്മളെ KL38 ഒരു വണ്ടി കണ്ടിട്ടുണ്ട്. ഇത് ഓണർ ഞങ്ങളായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. ഇത് നമ്മളെ അടുത്ത സ്പോട്ട്. ഷിജോണിന് മനുഷ്യ ഒരു കപ്പിൾ ഫോട്ടോ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ അവരെ പ്രൈവസിയിൽ ഇടപെടുന്നത് മോശമല്ലേ? 6ാമത്തെ പ്രാവശ്യമാണ്. ഇനിയും പെട്ടാൽ അവർ തല്ലിക്കൊല്ലും. നല്ല കലാവിരുദ്ധായിട്ട് ഇങ്ങനെ ഈ ഒരു വാളില് ചെയ്തിട്ടുണ്ട്. മനുവിന് പിന്നെയും ഫോട്ടോഗ്രാഫിക്കുള്ള ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. എവിടെ ചെന്നാലും മനുവിന് ആൾക്കാർ പിടിക്കും. അവന്റെ കഴിവ് അവര് മുഖത്തുനിന്ന് മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. കണ്ടോ? കറങ്ങി വന്നിട്ട് ഇപ്പൊ നല്ല വിശന്നിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ കയറാൻ പോകുന്നത് സൗത്ത് ഇന്ത്യൻ കിച്ചണിലേക്കാണ്. അപ്പൊ അവിടെ റൂഫ് ടോപ്പും അവൈലബിൾ ആണ്, ഇൻസൈഡും അവൈലബിൾ ആണ്. അകത്ത് കയറി അവരൊന്ന് വെയിറ്റ് ചെയ്യണം. 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നാലേ സ്ഥലം ഉണ്ടെങ്കിൽ അവർ സ്ഥലം തരും. ഇല്ലെങ്കിൽ ഇവിടെ ഇരിക്കുക വിശന്ന് കറിയണം. ഞങ്ങളത് കാത്തിരുന്നിട്ട് റൂഫ് ടോപ്പിലേക്ക് നമുക്കിപ്പോൾ സ്പേസ് കിട്ടി. അത് അയാൾ എന്തൊക്കെയോ തെറി വിളിക്കുന്നുണ്ട്. 100 പേപ്പേഴ്സ്. ഇത് നമുക്ക് ഫ്രീയാ തോന്നുന്നു. ഫ്രീയാ അറിയില്ല, അടിയായിരിക്കും കിട്ടുക. നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. Spicy paradise, life feels so nice. Enjoy every slice, no need to think twice. で豚みてえな姿で勝手な思想押し付けんな。偉そうな態度で厚かましい考え押し付けんな。さよならさよならさよならクソ野郎やろうやろうさよならさよならさよなら腐れやろうやろうやろう。അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ വന്നേക്കുന്നത് മാംഗോ ഫോറസ്റ്റ് ബോട്ടിങ്ങിലേക്കാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പാക്കേജസ് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. നമ്മൾ സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ ഒരു 1.5 hours 4 ലൊക്കേഷൻസ് അവർ വിസിറ്റ് ചെയ്യിക്കും. അവിടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. എന്നിട്ട് ബോട്ടിങ്ങും ഉണ്ട്. കയാക്കിങ് വേറെ അവൈലബിൾ ആണ്, പക്ഷേ അത് 13 minutes അവൈലബിൾ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ 2 പേർക്ക് അറ്റ് എ ടൈം ചെയ്യാനും പറ്റത്തുള്ളൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഹട്ടുകളുണ്ട്. എനിക്കൊന്ന് ഹോം സ്റ്റേ പോലെ എന്തോ ആണ്. ഇതിൻ്റെ അകത്ത് വെയിറ്റ് ചെയ്യണം. ഒരു ബോട്ടിൽ 10 to 15 സ്പേസിങ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കയാക്കിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതാ കയാക്കിംഗ്, അതാ ചേട്ടൻ മാത്രം ചെയ്യുന്നത്. അത് കയാക്കിംഗ് ചെയ്യുമ്പോൾ മേത്ത് മൊത്തം തെറിക്കും. നമ്മളിപ്പോൾ ബോട്ട് കയറാൻ പോവുകയാണ്. ഇതൊക്കെ വലിയ ഉറപ്പൊന്നുമില്ല, എന്നാലും ഞാൻ കുലുങ്ങൂല കേട്ടോ. നല്ല രസമുണ്ട്, പക്ഷേ ഭയങ്കര നാറ്റാ. അവിടെ അല്ലല്ലോ, ഇവിടെയല്ലേ? ഇവിടെയാ. ഇപ്പൊ കാടിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാട് എന്ന് പറയുമ്പോൾ കണ്ടൽ കാടുകളാണിത്. അതുണ്ടോ മറ്റേ കാലിനകത്ത് കണ്ടോ ഒച്ചൊക്കെ കയറിയിരിക്കുന്നത്? ഒച്ചാണോടാ അത് മനു? ഒന്ന് മാറി നിൽക്കോ. അത് ഒച്ച മനു? അതാ അത് വേണമെങ്കിൽ എൻ്റെ ഫോട്ടോ എടുക്കാം. നോക്ക്, നല്ല രസമില്ലേ? നല്ല തണുപ്പ്. ഒന്നും പറ്റില്ല, ആരും ഒന്നും പേടിക്കണ്ട. ഇതവിടെ കസാര ഉണ്ട്, ബെഞ്ചുണ്ട്, ഇതാ സ്റ്റൂളുണ്ട്. ഇതൊക്കെ ഇത് നല്ല രസമുള്ള സ്ഥലമാണ്. അപ്പോൾ ഇത് നമുക്ക് ബോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യാം. അതാണ് നമ്മളെ ബോട്ട്. 2 ബോട്ടുണ്ട്. ഏതാണ് നമ്മളെ ബോട്ട് എന്നറിയില്ല. അതാപ്പോൾ നമ്മളിതാ ഇരുന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പെരിയ ബോട്ട് വരും, അതുവരെ നമ്മൾ ചെറിയ ബോട്ടിൽ വെയിറ്റ് ചെയ്യാം. നല്ല കായൽ കാഴ്ചകളൊക്കെ ഉണ്ട്. ഇത് കായലാണോ തോടാണോ? കായൽ.
നമുക്കൊരു കുഞ്ഞ് സബ്സ്ക്രൈബർ കിട്ടിയിരിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യണേ സ്പൈസി പാരഡൈസ്. നിങ്ങൾ വിചാരിക്കണ്ടാവും ഞാനും മണ്ണു എന്തിനീ വെയിലത്തിരിക്കുന്നതെന്ന്. ഞങ്ങൾ ഈ സായിപ്പന്മാരെ പോലെ ടാൻ അടിക്കാൻ വേണ്ടി വന്നവരാണ്. മനു മുഖം ശരിക്കും അതൊക്കെ ഒരു കുട്ടീനെ കൊണ്ട് പാവങ്ങള് കഷ്ടപ്പെട്ട് കയാക്കി തൊഴുന്ന അപ്പുറത്തൊരു ചേട്ടൻ നടന്നു പോകുന്നത്. എന്തിനാ കയാക്കി ചെയ്ത് സമയം കളയുന്നത്? നടന്നു പോയാ പോരെ. പൊട്ടരാണോ അതോ പൊട്ടന്മാരായിട്ട് അഭിനയിക്കുകയാണോ? നമ്മൾ വെറുതെ ഇരുന്ന് പോയി ചേച്ചി എന്തായാലും ബോട്ടിനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ചേച്ചി ഇതിന്റെ പാർട്സുകളൊക്കെ ഒന്ന് തപ്പി കണ്ടുപിടിച്ചല്ലോ എന്ന്. ഇത് മോട്ടറാണ്. ഈ മോട്ടർ വെച്ചിട്ടാണ്, സുസുക്കിന്റെ മോട്ടറാണ്. ഇത് വെച്ചിട്ടാണ് ഈ ബോട്ട് ഇറക്കാവുന്നത്. ഇത് ഇങ്ങനെ വെളിച്ച് വിടപ്പെട്ടെന്നും പറഞ്ഞു പോവും. എനിക്കറിയില്ല. ഞങ്ങൾക്ക് യൂട്യൂബ് ചാനൽ இந்த அண்ணன் தான் இந்த போட் எல்லாம் கோஆர்டினேட் பண்ணது. அந்த அண்ணோட நேம் தினேஷ் அண்ணா. அண்ணோட ஊர் இங்கே பாண்டிச்சேரி தான் அவர் நேட்டிவ். അപ്പോൾ ഇങ്ങേരുന്ന് നാங்கள் വേറെ ബോട്ടിലേറി. അയ്യോ ഞാനെന്തിനീ തമിഴ് പറയുന്നത്? അപ്പോൾ നമ്മൾ ഇവിടുന്ന് മാറി വേറെ ബോട്ടിൽ നമ്മളെ പിക്കാൻ ആ വണ്ടിയിൽ കയറിയിട്ട് നമ്മളിത് മൊത്തം ചുറ്റിക്കാണും. അതാണ് ഇന്നത്തെ പരിപാടി. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. ചില ഊളകളുണ്ട് കൂവി തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അവർ മൈൻഡ് ആക്കരുത്. അങ്ങനെ ഞങ്ങളെ ബോട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾ കയറാൻ പോവാണ്. നല്ല ആട്ടമുണ്ട്. നത്തിങ്. ഞങ്ങൾ കയറി. ഞങ്ങൾക്കതപ്പോൾ ലൈഫ് ജാക്കറ്റൊക്കെ തന്നിട്ടുണ്ട്. വെള്ളത്തിൽ വീണ് ചത്തു പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഉത്തരവാദിത്വം പറയട്ടെ. ഇത് ലൂസാക്കിയിട്ട് വെറുതെ ഇട്ടിട്ടുള്ളൂ. അത്രയ്ക്ക് ആഴൊന്നുമില്ല. ആ ചേട്ടൻ നടന്നു പോയത്. അപ്പൊ രക്ഷപ്പെടും എന്തായാലും വീണാലും. അതെ ജേണി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മളെ റൈഡർ കണ്ണാപ്പി ചേട്ടനാണ് ഇന്ന് നമുക്ക് വണ്ടി ഓടിക്കുന്നത്. വണ്ടിയല്ല, ഫാഷൻ. ഇതാ കുറേ ബോട്ടുകൾ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. കൊക്ക് മുതൽ പറവ വരെ താമസിക്കുന്ന കണ്ടൽ കാടുകളാണ് ഈ കാണുന്നത്. കൊറ്റിയാണോ കൊക്കാണോ? കൊറ്റി കൊക്കൊന്നല്ലേ? ഒന്നാ. അപ്പൊ ഞങ്ങൾ എന്താ ബോട്ടിന്റെ ഫ്രണ്ടിൽ കയറിയിരിക്കുകയാണ്. എനിക്ക് പേടിയൊന്നുമില്ല. ഇതാ കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ ഫോട്ടോ എടുക്കുകയാണ്. ഞങ്ങളൊക്കെ നോക്കുന്നുണ്ട്. കുറെ പേർക്ക് ടാറ്റയൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് പേടിയൊന്നുമില്ല. കുറേ ഫിഷിങ്ങിന് പോകുന്ന ബോട്ടുകളാണത്. എന്തോരം വലിയ വലിയ ബോട്ടുകളാ അത്. ഇവിടെ ഫിഷിന്റെ ഒക്കെ ഒരു മണം വന്നു തുടങ്ങി. നല്ല രസമുണ്ട്. നല്ല കാറ്റുണ്ട്. ഇപ്പൊ ഒരു നൈസൊരു ലൈറ്റ് മഴയും കൂടി ആണെങ്കിൽ സീന് നല്ല രസമുണ്ട്. ഇനി അവിടെ തന്നെ ഇരുന്നോളാം. ആ ബോട്ടിന് നോക്ക്, അടി മൊത്തം വെള്ളത്തിൽ പോയി കിടക്കാണ്. ഇതൊക്കെ ഫിഷിങ്ങിന് പോകുന്ന ബോട്ടുകളാണ്. ഇന്ത്യയുടെ സ്വന്തം ബോട്ടുകളാണ്. ഇതൊരു ഫിഷിംഗ് ഹാർബർ ആണ്. ഇതാ അവര് പിടിച്ച മീനുകൾ, പൊട്ട മീനുകളാണെങ്കിൽ അവർ പിന്നെയും താഴേക്ക് തന്നെ എടുത്തിടും. അതായത് ഇപ്പൊ മത്തി, അയല, ചാള അങ്ങനത്തെ സാധനങ്ങളാണല്ലോ നമ്മൾ കൂടുതൽ വിൽക്കുക. അതല്ലാതെ പൊട്ട മീനുകളും അല്ലെങ്കിൽ നീരാളികളൊക്കെ കിട്ടുകയാണെങ്കിൽ അവർ തിരിച്ചിടും. നീരാളികൾ
ബീച്ച്. പക്ഷെ നോക്ക്, താഴെ നോക്ക്, കുറേ വേസ്റ്റുകൾ. പക്ഷെ ഇവിടേക്ക് നോക്കി കഴിഞ്ഞാൽ, നോക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക്, ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല വാട്ടർ. അതൊക്കെ അവിടെയൊക്കെ നിറച്ചും കണ്ടൽക്കാടുകൾ. കയാക്കിങ് അടിപൊളിയാണെന്ന് തോന്നുന്നു. അവർക്ക് അതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. ചേട്ടൻ ഇത് വട്ടത്തിൽ ബോട്ട് കറക്കുന്നതാണ് പറയുന്നത്. പുറപ്പിക്കുന്നു. അടുത്തുള്ളവരൊക്കെ മാറിയെന്നാണ്. ഇപ്പൊ കൈയെല്ലാം ഉള്ള വെക്കണോ ചൊല്ലിർക്ക്. ആ ശിച്ചേട്ടാ, പ്രൊഫഷണൽ ആയിട്ട് അങ്ങോട്ട് ഓട്ടിക്കോ, കത്തിച്ച് വിടുവാപ്പാ. മുറുക്കി കൊടുക്ക്, എന്നവിടെ എത്തണം നമുക്ക്. ആ ഓടിക്ക്, നിർത്താനല്ല പറഞ്ഞത്, വണ്ടി ഓടിക്കാനാ പറഞ്ഞത്. ആ കണ്ണു കാണുന്നില്ലേ? അങ്ങനെ നമ്മൾ 1 അവർ കഴിഞ്ഞിട്ട് ബോട്ടിങ് കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ഇവിടെ നമ്മൾ നേരെ പോകുന്നത് എയ്തൻ ബീച്ചിലേക്കാണ്. എയ്തൻ ബീച്ച് നമ്മളിപ്പോൾ കടലിൻ്റെ ഉള്ളിൽ പോയ സമയത്ത് കണ്ടിട്ടുണ്ടാവും, ഒരു വലിയ കവാടൊക്കെ ആയിട്ട്. അപ്പോൾ അവിടേക്കാണ് ഇനി പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരത്തെ വന്ന മാതിരി തന്നെ സ്കൂട്ടിയിൽ ഇനി നേരെ അങ്ങോട്ടേക്ക് പോകും. ഇനി നമുക്ക് അവിടെ വെച്ച് കാണാം. മാംഗ്രൂവ് ഫോറസ്റ്റിന്റെ റൈഡിങ്ങിന് ശേഷം നമ്മൾ ഇപ്പോൾ വന്നേക്കുന്നത് ഹെയ്ഡൻ ബീച്ചിലാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് റഷാണ്. നമുക്കപ്പോൾ ഇൻസൈഡ് പോവാം. അവിടെ ഫുഡിൻ്റെ ഒക്കെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും സ്മെല്ലൊക്കെ കിട്ടുന്നുണ്ട്. നമുക്കപ്പോൾ അകത്ത് കയറി നോക്കാം എങ്ങനെയുണ്ട് വൈബ് എന്ന്. ഓ അടിപൊളി സ്ഥലമാണ്. ഇതാണ് എൻട്രി എന്ന് പറഞ്ഞാൽ ഹെയ്ഡൻ ബീച്ചിൻ്റെ എൻട്രി ആണിത്. നൈസ് എക്സ്പീരിയൻസ് ആണ്, നൈസ് വൈബാണ്. അത് ഈവനിങ് ഇവിടെ ഒരു ടൈം ലിമിറ്റ് ഒക്കെ ഉണ്ട്. 7 o'clock ഇത് ക്ലോസ് ചെയ്യും. അതുവരെ അലൗഡ് ആയിട്ടുള്ളൂ. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തല്ലോ. ഓ അടിപൊളി, നോക്കണം വിവു, എടുത്ത ഫോട്ടോ നോക്ക്. ക്ലോസിംഗ് ടൈം ആയി, അതുകൊണ്ട് പോവാന്. ഇന്നത്തെ വ്ലോഗ് നമ്മൾ ഏതൻ ബീച്ചിൽ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ നേരെ റൂമിൽ പോകും, ഫ്രഷപ്പായി ജസ്റ്റ്. അത് കഴിഞ്ഞിട്ട് പബ്ബിലൊക്കെ ഒന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അവിടെ നിന്ന് എത്രത്തോളം വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഞങ്ങൾ കിട്ടുന്ന ഏരിയാസ് മൊത്തം കവർ ചെയ്തിട്ട് നമ്മൾ വ്ലോഗിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എല്ലാ ലൊക്കേഷനും പോണ്ടിച്ചേരിയിൽ കുറേ ഏരിയാസ് നമ്മൾ കവർ ചെയ്യാൻ പറ്റുന്നിടത്തോളം കവർ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ നാളെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ Day 2 നമ്മൾ പുതിയ വ്ലോഗായിട്ട് കാണാം. ബൈ ബൈ. Sayonara, sayonara, sayonara. Sayonara, 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 sayonara. Sayonara, yaro, yaro. Kutsu, haku, tsujo, gakro, ikida. City's breaking.